Okay, fine. So let's start. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിന്റെ രണ്ടാമത്തെ ലെക്ചർ. അതായത് ഒരു ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. എന്തായാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹേതു അബ്ബാസ് അതേപോലെ ഫാലസീസ് ഒരു കൺസെപ്റ്റ് ആണ്, രണ്ട് ഐഡിയോളജിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം പ്രമാണ, ഈ മൂന്ന് ടോപ്പിക്കാണ് ഇന്നത്തെ ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൂന്ന് ടോപ്പിക്കിൽ നിന്നും റീസെന്റ് ടൈംസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫാലസി, ഇംഗ്ലീഷ് ലോജിക്കിൽ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിയൻ ലോജിക്കിൽ എങ്ങനെയാണ് ഫാലസീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലുള്ള ഫാലസീസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ ലോജിക്കിലേക്ക് വരും. ഇന്ത്യൻ ലോജിക്കിലെ ഫാലസീസുമായിട്ട് കമ്പയർ ചെയ്യും. അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. രണ്ട് മെത്തേഡിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാലസീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനുള്ള എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഏത് ടൈപ്പ് ഓഫ് ഫാലസി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത്രയുമാണ് ഈ ഏരിയയിൽ നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ഫാലസി. ഫാലസി മേ ബി ഇൻഫോർമൽ ഫാലസി ഓർ ഫോർമൽ ഫാലസി. ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഫോം ചെയ്യുമ്പോൾ, ആർഗ്യുമെന്റ്സ് എല്ലാം നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ആർഗ്യുമെന്റ് ഫോം ചെയ്യുമ്പോൾ ആ ആർഗ്യുമെന്റിന്റെ ഫോമിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു അറേഞ്ച്മെന്റിൽ വരാവുന്ന എററിനെയാണ് നമ്മൾ ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓർക്കേണ്ടത്, ഈ തരത്തിലുള്ള ഫോർമൽ ഫാലസീസ് ഒക്യൂർ ചെയ്യാനുള്ള കാരണം നമ്മൾ ആ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഫോമിലുള്ള പോരായ്മയാണ്. ഓക്കെ, ഫോം ആകാം, അറേഞ്ച്മെന്റ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ സ്ട്രക്ചർ, അതിനകത്തുള്ള എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ ഫോർമൽ ഫാലസീസ് ഹാപ്പൻ ചെയ്യാം. ഇനി ഇൻഫോർമൽ ഫാലസീസ് ആണെങ്കിൽ അതിനകത്ത് പറയുന്ന ആ കണ്ടന്റിൽ, നമ്മൾ ആർഗ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കണ്ടന്റിൽ വരാവുന്ന എന്തെങ്കിലും എറർ, അതായത് ഒരു അൺക്ലിയർ എക്സ്പ്രഷൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലാംഗ്വേജിലുള്ള പോരായ്മയാകാം, അത് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എറർ ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയും. ഓക്കെ, സോ ഫോർമൽ ഫാലസീസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹിയർ യു ക്യാൻ സീ ഓൾ ബ്ലാക്ക് ബഗ്സ് ആർ കാർണിവോറസ്, ദെൻ ഓൾ റാറ്റ്സ് ആർ കാർണിവോറസ്. രണ്ട് പ്രമിസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മളായിട്ട് ഡിറൈവ് ചെയ്യുന്ന കൺക്ലൂഷൻ ആയിരിക്കണം. പക്ഷെ ഇവിടെ എടുത്തിരിക്കുന്ന കൺക്ലൂഷൻ എങ്ങനെയാന്ന് നോക്കി. ഇവിടെ എടുത്തിരിക്കുന്ന കൺക്ലൂഷൻ ഓൾ റാറ്റ്സ് ആർ കാർണിവോറസ് എന്നാണ്. അതായത് ഇവിടെ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ വീണ്ടും കൺക്ലൂഷൻ ആയിട്ട് വരേണ്ട കാര്യമുണ്ടോ? കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രമിസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്ട്ലി ആ ഒരു സ്ട്രക്ചറിലുള്ള പോരായ്മ കൊണ്ട് വരുന്ന ഫാലസീസിനെ, എറേസിനെയാണ് നമ്മൾ ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻഫോർമൽ ഫാലസി. ഇൻഫോർമൽ ഫാലസി എന്ന് പറഞ്ഞാൽ ആസ് വി സെഡ്, ലാംഗ്വേജ് മീൻസ് അതിന്റെ എവിഡൻഷ്യൽ കണ്ടന്റിൽ വരാവുന്ന എറേസ് ആണ് ഇൻഫോർമൽ ഫാലസീസിൽ വരിക. എന്നാൽ ഫോർമൽ ഫാലസീസ് നമ്മൾ പറഞ്ഞു ഫോം അല്ലെങ്കിൽ സ്ട്രക്ചറിൽ വരാവുന്ന എറേസ് ആണ്. ദെൻ ഇൻഫോർമൽ ഫാലസീസ് നമ്മൾ പറഞ്ഞതുപോലെ എവിഡൻഷ്യൽ കണ്ടന്റിൽ വരാവുന്ന എറേസ്, അല്ലെങ്കിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന കണക്ഷൻ, ആ കണക്ഷനിൽ വരാവുന്ന എറേസ് ആണ് ഇൻഫോർമൽ ഫാലസീസ്. ഇൻഫോർമൽ ഫാലസീസ് പല രീതിയിലുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഫാലസി ഓഫ് റെലവൻസ്. ഓക്കെ, ഫാലസി ഓഫ് റെലവൻസ് മീൻസ് റോങ് കൈൻഡ് ഓഫ് എവിഡൻസ്. നമ്മളൊരു ആർഗ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എവിഡൻസ് അതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. എന്താണോ നമ്മൾ ആ ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പറഞ്ഞ റീസൺ, പക്ഷെ ആ റീസൺ എന്ന് പറയുന്നത് ക്ലിയർലി നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ഫാലസി ഓഫ് റെലവൻസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലിയർലി ഫെയിൽ ടു പ്രൊവൈഡ് adequate reason for believing the truth of their conclusion. ആ കൺക്ലൂഷൻ ട്രൂ ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല റീസൺ ഇവിടെ നമുക്ക് തരുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, here you can see you should get iPhone മേടിക്കണം. It is the phone that is popular and smart people use. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ വെച്ചിട്ട് നിങ്ങൾ ഐഫോൺ മേടിക്കണം എന്നാണ്. ഐഫോൺ മേടിക്കണം എന്ന് നിങ്ങളോട് പറയാനുള്ള കാരണം പറയുന്നത് ഇത് പോപ്പുലർ ഫോണാണ്, സ്മാർട്ട് പീപ്പിൾ ഇത് യൂസ് ചെയ്യുന്നു. സ്മാർട്ട് പീപ്പിൾ ഇത് യൂസ് ചെയ്യും എന്ന് തെളിയിക്കുന്നത് നമുക്കൊരിക്കലും ഐഫോൺ മേടിക്കണം എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് എന്ത് ലോജിക്കാണുള്ളത്? അവിടെ ഏതെങ്കിലും അതിന്റെ ക്വാളിറ്റി ആണ് പറയുന്നതെങ്കിൽ യു ക്യാൻ മാച്ച് ഇറ്റ്. അതായത് ആളുകൾ അത് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ഐഫോൺ മേടിക്കണം എന്ന് പറയുന്ന ഒരു റെലവന്റ് കൈൻഡ് ഓഫ് എവിഡൻസ് അല്ല. നമുക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ ടൈപ്പ് ഓഫ് എവിഡൻസ് അല്ല ഇവിടെ വരുന്നത്.
അതിനെയാണ് ഫാലസി ഓഫ് റെലവൻസ് എന്ന് പറയുന്നത്. ഓൾദോ ദേ ആർ ഓഫൺ യൂസ് ടു അറ്റംപ്റ്റ്സ് ടു പെർസ്യൂ സംവൺ, ആരെങ്കിലും ഒന്ന് പെർസ്യൂ ചെയ്യാൻ വേണ്ടി, ഫോഴ്സ് ചെയ്യാൻ വേണ്ടി, ബൈ ഈ നോൺ ലോജിക്കൽ മീൻസ്, ഓൺലി ദി അൺവേറി ഓർ അൺഡിസ്പോസ്ഡ് ഓർ ഗുലിബിൾ, അത് അവരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവര് നമ്മൾ ഫ്രോഡ് ചെയ്ത് അവരെ കമ്പല് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഫാലസീസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓർക്കേണ്ടത് ആഡിക്വേറ്റ് റീസൺ പറയാതെ നമ്മളെ കൊണ്ട് ഒരു കൺക്ലൂഷൻ ബിലീവ് ചെയ്യിപ്പിക്കാം. ആഡിക്വേറ്റ് റീസൺ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഐഫോൺ മേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആഡിക്വേറ്റ് റീസൺ എന്ന് പറയുന്ന ഐഫോണിന്റെ ക്വാളിറ്റി ആയിരിക്കണം. അല്ലാതെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് ഫാലസി ഓഫ് റെലവൻസ്. So that is the first one. Do you got it? നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ആദ്യം നമ്മൾ പറഞ്ഞത് ഫോർമൽ ഫാലസി എന്താണെന്ന് പറഞ്ഞു, ഇൻഫോർമൽ ഫാലസി എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഫോർമൽ ഫാലസിക്ക് ഒരു എക്സാമ്പിൾ കണ്ടു. എന്താണ് ഫോർമൽ ഫാലസി? സ്ട്രക്ചറിൽ വരാവുന്ന പോരായ്മ കാരണമാണ് ഫോർമൽ ഫാലസീസ് ഉണ്ടാകുക. ദെൻ ഇൻഫോർമൽ ഫാലസീസ് നമ്മൾ പറയുന്നു എവിഡൻഷ്യൽ കണ്ടന്റ്, എന്താണോ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ എവിഡൻഷ്യൽ കണ്ടന്റിലുള്ള പോരായ്മ, അതായത് നമ്മൾ ഉപയോഗിച്ച ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡിൽ വരാവുന്ന പോരായ്മ. അതുവഴിയാണ് നമ്മൾ ആദ്യത്തെ ഇൻഫോർമൽ ഫാലസിയെ പരിചയപ്പെട്ടത്. ഒന്നാമത്തെ ഇൻഫോർമൽ ഫാലസിയാണ് ഫാലസി ഓഫ് റെലവൻസ്. റോങ് കൈൻഡ് ഓഫ് എവിഡൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ആർഗ്യുമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രമിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എവിഡൻസ് എന്ന് പറയുന്നതോ അത്ര റെലവെന്റ് അല്ല, ഒരു രീതിയിലും ഡയറക്ട്ലി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ റോങ് കൈൻഡ് ഓഫ് എവിഡൻസ് ഓർ ഫാലസി ഓഫ് റെലവൻസ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ മറ്റുള്ളവരെ ഫൂൾ ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റെലവൻസ് ബേസ് ചെയ്തിട്ടുള്ള ഫാലസീസ് യൂസ് ചെയ്യുന്നത്. രണ്ടാമതാണ് ഫാലസി ഓഫ് സഫിഷ്യൻസി. സോ ഫാലസി ഓഫ് സഫിഷ്യൻസി ലാസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞതാണ്, ഇത്രയും ഓർക്കുക. ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എവിഡൻസ്, നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ വേണ്ടി എത്രമാത്രം എവിഡൻസ് വേണോ അത്രയും എവിഡൻസ് നമ്മുടെ കയ്യിലില്ല. ബിക്കോസ് നമ്മുടെ ഒരു കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും സഫിഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസ് നമ്മുടെ മുമ്പിലില്ല. ഒരു എക്സാമ്പിൾ ഇത് നമുക്ക് കാര്യം മനസ്സിലാക്കാം. എവരി വിമൻ ഐ ഹാവ് ഡേറ്റഡ് ടേൺഡ് ഔട്ട് ടു ബി എ ലയർ. ഞാൻ ഡേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിമനും ലയേഴ്സ് ആയിരുന്നു. സോ വിമൻ ആർ അൺട്രസ്റ്റ് വർത്തി. ഇവിടെ കൺക്ലൂഷൻ എന്താ? വിമൻ എന്ന് പറയുന്നത് അൺട്രസ്റ്റ് വർത്തിയാണ്. സോ വിമനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന റീസൺ ഇത്രയും മാത്രമാണ്, ഞാൻ ഡേറ്റ് ചെയ്ത എല്ലാ വിമനും, സോ ആ പറയുന്ന ഇൻഡിവിജ്വൽ ഡേറ്റ് ചെയ്തത് മേ ബി ഒരു 6 to 10 പീപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 10 പേരെ വെച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണ് എന്നൊരു അസംഷനിലേക്ക് വരുവാണെങ്കിൽ അത് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എവിഡൻസ് ഇല്ലാതെ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഫാലസി ഓഫ് സഫിഷ്യൻസി ഓർ ഫാലസി ഓഫ് ഇൻസഫിഷ്യൻസി എന്ന് പറയാം. അത് ഓർക്കുക, നമുക്കിവിടെ കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻസഫിഷ്യന്റ് അല്ലെങ്കിൽ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എവിഡൻസ് ഇസ് നോട്ട് ദെയർ. അങ്ങനെ വരുമ്പോൾ അത് ഫാലസി ഓഫ് സഫിഷ്യൻസി ആണ്. ഓക്കെ, മൂന്നാമത്തേതിലേക്ക് പോകാമല്ലോ. രണ്ട് ക്ലിയർ ആണോ? ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ആണ് ഫാലസി ഓഫ് പ്രിസംഷൻ. ഫാലസി ഓഫ് പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മുൻകൂട്ടി എന്തോ അസ്യൂം ചെയ്യുകയാണ്, അല്ലാതെ നമുക്കൊരു കൃത്യമായിട്ടുള്ള എവിഡൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫാലസി ഓഫ് പ്രിസംഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ക്യാൻ സി, യു ക്യാൻ എയ്തർ ഗെറ്റ് എൻ ഐഫോൺ ഓർ എ ഗാലക്സി 7. ഒന്നെങ്കിൽ നിങ്ങൾ ഐഫോൺ മേടിക്കുക അല്ലെങ്കിൽ ഗാലക്സി 7 മേടിക്കുക. ദെൻ അതിനുശേഷം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ആൻഡ്രോയിഡ് ഫോൺസ് ആർ വെരി ഡിഫിക്കൽട്ട് ടു യൂസ്, സോ യു ഷുഡ് ഗെറ്റ് ആൻ ഐഫോൺ. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തത് ഐഫോണും ഗാലക്സി 7ഉം ആയിട്ടാണ്. പക്ഷേ ഗാലക്സി 7 എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ ആർഗ്യുമെന്റ് ഇല്ല. അതവിടെ പ്രിസ്യൂം ചെയ്യുവാണ് സെക്കൻഡ് പാർട്ടിക്ക് അത് അറിയാമെന്ന്. ആൻഡ്രോയിഡ് ഫോൺ ആണെന്ന് പറയുന്നത് ഗാലക്സി 7 ആണെന്നും ഐഫോൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണെന്നും സെക്കൻഡ് പാർട്ടിക്ക് അറിയാം എന്നുള്ളത് മുൻകൂട്ടി പ്രിസ്യൂം ചെയ്യുകയാണ്, മുൻകൂട്ടി അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയുള്ള പ്രിസംഷൻ വഴി സെക്കൻഡ് പാർട്ടിക്ക് അത് അറിയില്ലെങ്കിൽ ഈ പറയുന്ന ആർഗ്യുമെന്റ് സ്ട്രോങ് അല്ല. ബിക്കോസ് നമ്മൾ ഒരു പുള്ളിയുടെ ഒരു വ്യക്തിയുടെ മുമ്പിൽ പറയുവാണ്, ഒന്നെങ്കിൽ നിങ്ങൾ ഐഫോൺ മേടിക്കുക അല്ലെങ്കിൽ ഗാലക്സി 7 മേടിക്കുക. അതിനുശേഷം പറയുന്നു ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതിനുശേഷം അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഐഫോൺ തന്നെ മേടിക്കണം. ഇത്രയും പറയുന്നതിനകത്ത് ഏതാണ് ആൻഡ്രോയിഡ് ഫോൺ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ പറയുന്ന എവിഡൻസ് സപ്പോർട്ട് ചെയ്യുന്നത്? ആൻഡ്രോയിഡ് ഫോൺ ഡിഫിക്കൽട്ട് യൂസ് ആണ് എന്നുള്ള എവിഡൻസ് സപ്പോർട്ട് ചെയ്യുന്നത് ഏതിനെയാണ്? ഐഫോണിനെയാണോ അതോ ഗാലക്സി 7നെയാണോ എന്ന് മനസ്സിലാക്കുന്നതിലുള്ള കൺഫ്യൂഷൻ. കാരണം
നമുക്കുണ്ടാകാവുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് പ്രിസംപ്ഷൻ. ഓക്കെ, നാലാമത്തെ ടൈപ്പ് ബേസിക് ടൈപ്സ് ആണ്, ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് ഫാലസി ഓഫ് ആംബിഗ്വിറ്റി. കൺഫ്യൂഷൻ അബൌട്ട് വാട്ട് ദി എവിഡൻസ് മീൻസ്. എന്താണ് ഈ എവിഡൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനകത്ത് കൺഫ്യൂഷൻ. മുകളിൽ പറഞ്ഞത് എവിഡൻസ് എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. ലൈക്ക് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഫോണിനെയാണ്. ആൻഡ്രോയിഡ് ഫോൺസ് ആർ ഡിഫിക്കൽട്ട് യൂസ്. അപ്പൊ ഇതിൽ ഏത് ഫോണിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലുള്ള ഡിഫിക്കൽറ്റിയാണ് ഇവിടെ കണ്ടത്. എന്നാൽ നാലാമത്തെ ഫാലസി ഓഫ് ആംബിഗ്വിറ്റി ആണെങ്കിൽ അൺക്ലിയർ ആണ്. നമുക്ക് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ലൈക്ക് men are created with unalienable rights, then women are in men, so they don't have unalienable rights. So എന്താണ് ഈ റൈറ്റ്സ്, എന്താണ് ഈ സ്പെഷ്യൽ റൈറ്റ്സ്? ഇങ്ങനെയുള്ള എന്ത് റൈറ്റ്സ് ആണ് മെന്നിന് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നില്ല. പകരം മെന്ന് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അൺഅലൈനബിൾ റൈറ്റ്സ് ഉണ്ട് അവർക്ക് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അല്ലാതെ അത് എന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നോ പറയുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്നോ എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെന്നോ മനസ്സിലാക്കാൻ അതുമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ വരുമ്പോൾ അത് ആംബിഗ്വിറ്റി ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി 4 ബേസിക് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസീസ്. നമ്മൾ ലാസ്റ്റ് ടൈം ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്സിനെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തു പോയി. ഐ മീൻ ഇതിന്റെ സബ് കാറ്റഗറീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണോ റെലവെന്റ് ആയിട്ടുള്ളത് അത് മാത്രം ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് ടൈപ്പ്. ഇത് ബേസിക് ക്ലാസിഫിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടാണ് ബാക്കി ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്. അത്തരത്തിൽ ഓരോന്നിന്റെയും താഴെ വരുന്ന ഇന്ന ടൈപ്സ് എന്ന് നമ്മൾ പറയുന്നില്ല. പകരം ഓരോ ടൈപ്സും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണോ അതായിരിക്കും ഈ ഒരു സെഷനകത്ത് നമ്മൾ കൂടുതൽ റെലവൻസ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ. ഇനി ഇതിൽ ആദ്യത്തെയാണ് അപ്പീൽ ടു ഫോഴ്സ്, ആർഗ്യുമെന്റം അഡ് ബാക്കുലം. സോ ഇൻ അപ്പീൽ ടു ഫോഴ്സ്, someone is in a position of power threatens to bring down unfortunate consequences upon anyone who dares to disagree with the proffered proposition. അതായത് ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹം പറഞ്ഞ കാര്യം അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കും എന്ന് ചലഞ്ച് ചെയ്യുകയാണ്. അതായത് ഞാനൊരു കാര്യം പറയുന്നു, ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഫേസ് സം കോൺസിക്വൻസസ്. അത്തരത്തിലൊരു ആർഗ്യുമെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുവാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഫോഴ്സ്. നിങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു. ഇത് എന്താണോ ആർഗ്യുമെന്റ് പറയുന്നത് അതേ രീതിയിൽ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റ് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സിനെയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. Although it is rarely developed so explicitly, a fallacy of this type might propose. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ you can see, if you do not agree with my political opinion, you will receive a grade of F for this course. ഞാൻ പറയുന്ന എന്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയനുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ തരാൻ പോകുന്ന ഗ്രേഡ് എഫ് ആണ്. ഫെയിൽ എന്ന് പറയുന്ന ഗ്രേഡാണ് തരാൻ പോകുന്നത്. സോ ലൈക്ക് ദിസ്, ഞാൻ എന്താണോ ഇനി പറയാൻ പോകുന്നത്, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ അതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഈ രീതിയിൽ പണിഷ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോ ത്രട്ടൺ ചെയ്യിപ്പിച്ചുകൊണ്ട് ഉണ്ടാകുമെന്ന് ത്രട്ടൺ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം, ഒരു ആർഗ്യുമെന്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ പറയുന്ന എന്റെ പൊളിറ്റിക്കൽ വ്യൂവുമായിട്ട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡ് എഫ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്റെ പൊളിറ്റിക്കൽ വ്യൂ പറയുകയാണ്, ഐ ബിലീവ് ദാറ്റ് ഹെർബർട്ട് ഹൂവർ വാസ് ദി ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. Therefore, Herbert Hoover was the greatest president of United States. So ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നോക്കുക. ഒന്നാമത് പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ഗ്രേഡ് എഫ് ആണ്. അതുകൊണ്ട് എന്റെ വിശ്വാസം ഇതാണ്, അമേരിക്കയിലെ കണ്ട ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു ഹെർബർട്ട് ഹൂവർ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സോ ദാറ്റ് ഹെർബർട്ട് ഹൂവർ ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ്. ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ത്രട്ടൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യുകയാണ്. പണിഷ് ചെയ്യുന്നതല്ല, ഞാൻ ഫോഴ്സ് ചെയ്യുകയാണ്. ഇവിടെ ഫോഴ്സ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്റെ ഒരു ആർഗ്യുമെന്റിനെ അതേ രീതിയിൽ തന്നെ കൺക്ലൂഡ് ചെയ്യണം, അതേ രീതിയിൽ നിങ്ങളിലേക്ക് വിശ്വസിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഫോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ദാറ്റ് ഈവൻ ഇഫ് ഓൾ പ്രമിസസ് ആർ ട്രൂ, ദി കൺക്ലൂഷൻ കുഡ് നെവർതലെസ് ബി ഫോൾസ്. ഇത് അറിഞ്ഞിരിക്കുന്ന ഓരോ പ്രമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഒരിക്കലും ഫോൾസ് ആവില്ല. ബിക്കോസ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്
ഫോൾസ് ആകാം, ബിക്കോസ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോഴ്സ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. സിൻസ് ഇറ്റ് ഈസ് പോസിബിൾ ആർഗ്യുമെന്റ്സ് ഓഫ് ദിസ് ഫോം ആർ പ്ലെയിൻലി ഇൻവാലിഡ്. ബിക്കോസ് ഇവിടെ നമ്മളിപ്പോ പറയുന്ന പ്രെമിസസ് രണ്ടും ട്രൂ ആയാൽ പോലും ആർഗ്യുമെന്റ് ട്രൂ ആകണം നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് ഇവിടെ കമ്പൽ ചെയ്യുവാണ്, സെക്കൻഡ് പാർട്ടിയെ കമ്പൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി എല്ലായ്പ്പോഴും ഇൻവാലിഡ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഐ എം ട്രൈങ് ടു കമ്പൽ സംവൺ. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് അപ്പീൽ ടു ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനൊരു എക്സാമ്പിൾ ഓർക്കുക. ദാറ്റ് വിൽ ബി ഇനഫ്. ക്ലിയർ ആണോ? ആർഗ്യുമെന്റം അഡ് ബാക്കുലം. Is it clear? Okay. So ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കാണാം. ഇത് ഏത് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് യു ഡോണ്ട് ഫോർവേഡ് ദിസ് മെസ്സേജ് ടു 10 friends, സംതിങ് ട്രാജിക് വിൽ ഹാപ്പൻ ഇൻ യുവർ ഫാമിലി ഇൻ ദി നെക്സ്റ്റ് 24 hours. സോ ലൈക്ക് നമുക്ക് പണ്ടൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരാറുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു വലിയ ട്രാജഡി നടക്കും. ഇതൊക്കെ എന്താണ്? അപ്പീൽ ടു ഫോഴ്സ് ആണ്. നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫോഴ്സ് ചെയ്യിപ്പിക്കുക. അതാണ് ഈ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്. രണ്ടാമത്തെ ടൈപ്പ് അപ്പീൽ ടു പിറ്റി. ആർഗ്യുമെന്റം അറ്റ് മേഴ്സിക്കോഡിയം. സോ turning this on head, it said an appeal to pity tries to win acceptance by pointing out an unfortunate consequences that will otherwise fall upon the speaker or others for whom we would feel sorry. നമ്മളിപ്പോ തോറ്റുപോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഒരു കുട്ടിയുടെ പാരന്റ്സ് മീറ്റിംഗിൽ വിളിക്കുന്നു, അതിന് മുമ്പ് ആ കുട്ടി നമ്മുടെ മുമ്പിൽ ഒന്ന് പറയുകയാണ്, എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, വീട്ടിൽ അമ്മ എന്നെ ഇങ്ങനെ ചെയ്യും. അത്തരത്തിൽ പിറ്റി ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ആണ് അപ്പീൽ ടു പിറ്റി. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണാം. I am a single parent solely responsible for the financial support of my children. If you give me this traffic ticket, I'll use my license and be unable to drive to work. If I cannot work, my children and I will become homeless and may starve to death. അതായത് ഇവിടെ ഇഷ്യൂ എന്താണ്? ഒരു ട്രാഫിക് ടിക്കറ്റ് കിട്ടി, ഒരു ട്രാഫിക് സിഗ്നൽ വയലേഷന് വേണ്ടി പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ച ഉടനെ തന്നെ ആ ഇൻഡിവിജ്വൽ പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണ് പോലീസ് പിടിച്ചത്? സിഗ്നൽ വയലേറ്റ് ചെയ്തുകൊണ്ടാണ്. അതിനു വേണ്ടിയുള്ള ഒരു പനിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു ടിക്കറ്റ് കൊടുക്കുന്നു, മീൻസ് ഒരു ഫൈൻ കൊടുക്കുന്നു. ഈ സാഹചര്യത്തിൽ ആ ഇൻഡിവിജ്വൽ പറയുകയാണ്, ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്, എന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് മൊത്തം ഞാനാണ്, ഈ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് കിട്ടില്ല, എന്റെ ലൈസൻസ് നഷ്ടപ്പെടാൻ പിന്നീട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാതെയാവും, അതുകൊണ്ട് എന്റെ കുട്ടികൾ ഹോംലെസ് ആവും, അങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ട് അതുമായിട്ട് എന്താണോ മാറ്റർ ഓഫ് ഫാക്ട്, ആ മാറ്റർ ഓഫ് ഫാക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് സ്റ്റേറ്റ്മെന്റ് എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ പിറ്റി ഫീൽ ചെയ്യിപ്പിക്കുക. ആ പിറ്റി ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ബേസിക് ഗെയിമിൽ നിന്നും പുറത്താക്കുക. ലൈക്ക് ട്രാഫിക് ടിക്കറ്റ് എനിക്ക് തരരുത്, അതുകൊണ്ട് എനിക്ക് ട്രാഫിക് സിഗ്നൽ ടിക്കറ്റ് തരരുത്. ഈ രീതിയിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു പിറ്റി എന്ന് പറയുന്നത്. സോ സെക്കൻഡ് പേഴ്സണെ പിറ്റി എന്നുള്ള മീൻസ് ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ കമ്പൽ ചെയ്യുക, ഫോഴ്സ് ചെയ്യുക. എന്തിനു വേണ്ടി? ഒരു എക്സംഷൻ കൊടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു പിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഇത്തരത്തിലുള്ള കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ therefore you should not give me traffic ticket എന്ന് പറയുന്നത് മുകളിലുള്ള ഒറിജിനൽ സിറ്റുവേഷൻ എന്താണ്? ഈ വയലേറ്റഡ് സം ട്രാഫിക് റൂൾ, ഏതോ ഒരു ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ട്രാഫിക് ടിക്കറ്റ് കിട്ടി. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടണം. അതിന് പകരം അദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റ്സ് ആണ്, അതിനെ എതിർക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റ്സ് ആണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ക്രൈസിസ്. ഇതൊക്കെ എങ്ങനെയാണ് മാറ്റർ ഓഫ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് എപ്പോഴും ഫോൾസ് ആയിരിക്കും. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ, ഐ റിയലി ഡിസേർവ് ആൻ എ ഗ്രേഡ് ഓൺ ദിസ് പേപ്പർ പ്രൊഫസർ. Not only did I study during my grandmother's funeral, I also passed up the heart transplant surgery, even though that was the first matching donor in 3 years. So ഒരു എ ഗ്രേഡ് എനിക്ക് കിട്ടണം എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറയുന്ന റീസൺസ് നോക്കുക. എനിക്കുണ്ടായ കുറേ ട്രാജിക് ഇവന്റ്സ് പറയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എക്സാം എഴുതിയത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ എ ഗ്രേഡ് വേണം. എ ഗ്രേഡ് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? പഠിച്ചു മാർക്ക് മേടിക്കണം. അല്ലാതെ മറ്റൊരു പ്രോപ്പർ വേയിൽ പോവാതെ മറ്റു കുറെ പിറ്റി ആസ്പെക്ട്സ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആർഗ്യുമെന്റ് ടു പിറ്റി. ക്ലിയർ ആണല്ലോ അപ്പീൽ ടു പിറ്റി എന്താണെന്ന്? അടുത്തതിലേക്ക് പോകുന്നു.
Any doubts? ഈ ഓരോ ടൈപ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ ടൈപ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. Is it fine? Okay. അടുത്ത ടൈപ്പ് ആണ് അപ്പീൽ ടു ഇമോഷൻ, ആർഗ്യുമെന്റം ആഡ് പോപ്പുലം. Appeal to emotion means in a more general fashion, appeal to emotion relies upon emotively charged language to arouse the feeling of feelings that may lead an audience to accept the conclusion. അതായത് ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ഒരാളെ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓഡിയൻസിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഇമോഷൻ ബിൽഡ് ചെയ്യുന്നു. അതുവഴി അവസാനം ഒരു കൺക്ലൂഷൻ ട്രൂ ആണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കും. ഇതിനെയാണ് അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആസ് ഓൾ ക്ലിയർ തിങ്കിങ് റെസിഡൻസ് ഓഫ് അവർ ഫൈൻ സ്റ്റേറ്റ് have already realized the governor's plan for financing public education is nothing but the bloody faked wolf of socialism, cleverly disguised in the harmless sheep's clothing of concern for children. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഗവർണറുടെ പ്ലാൻ, ഒരു എഡ്യൂക്കേഷൻ പോളിസി പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ എഡ്യൂക്കേഷൻ പോളിസി എതിർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ നടത്തുന്ന ആർഗ്യുമെന്റ് ആണ്. അദ്ദേഹം പറയാണ്, ഈ പറയുന്ന ഗവർണറുടെ ഈ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയാണ് പറയുന്നത്, ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഈ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ആക്ച്വലി സോഷ്യലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം കൊണ്ടുവരുന്ന ഒരേ തെറ്റായിട്ടുള്ള നയങ്ങളാണ്. സോ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ഫോഴ്സ് ചെയ്യുവാണ്, ഇമോഷൻ റൈസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിയുള്ള എല്ലാവരും അങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. സോ മുമ്പിൽ നിൽക്കുന്നവരെല്ലാവർക്കും ബുദ്ധി ഉണ്ടാവണം, ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ രീതി ചിന്തിക്കണം എന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഗവർണറുടെ പോളിസി ബാഡ് പോളിസി ആണ് എന്ന് പറയാൻ വേണ്ടി, മറ്റുള്ളവരെ സപ്പോർട്ട് നേടാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രേസ് ആണ് ആസ് ഓൾ ക്ലിയർ തിങ്കിങ് റെസിഡൻസ് ഓഫ് അവർ ഫൈൻ സ്റ്റേറ്റ്. നമ്മളുടെ ഈ പറയുന്ന സ്റ്റേറ്റിലെ ക്ലിയർ തിങ്കിങ് റെസിഡൻസ് എല്ലാവർക്കും മനസ്സിലായതുപോലെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിയർ തിങ്കിങ് റെസിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവും. ആ രീതിയിൽ സംസാരിക്കുകയാണ്, അവിടെ അവരുടെ ഇമോഷനെ ടച്ച് ചെയ്യുകയാണ്. അതുവഴി ഇദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ ശരിയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കണം. ഇതാണ് അപ്പീൽ ടു ഇമോഷൻ. എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. സെക്കൻഡ് പാർട്ടിയുടെ ഇമോഷൻ ഇവോക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ്. വൈ ഡു യു തിങ്ക് യു ആർ സ്യൂട്ടഡ് ഫോർ ദിസ് പോസ്റ്റ് ഡോക് പൊസിഷൻ? എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നോർമലി ആ ഇൻഡിവിജ്വൽ അദ്ദേഹത്തെ പറയുന്ന കാര്യങ്ങളെല്ലാം സെക്കൻഡ് പാർട്ടിയുടെ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. സെക്കൻഡ് പാർട്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരുപാട് നുണകൾ പറയും. ലൈക്ക് ഐ എം സോ പാഷനേറ്റ് അബൌട്ട് സയൻസ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇറ്റ് കംസ് ടു റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ജോബിനോട് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ലൈക്ക് വൈസ് സെക്കൻഡ് പാർട്ടിയുടെ ഒരു സപ്പോർട്ട്, ഇമോഷണൽ റെസ്പോൺസ് കിട്ടണം, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ആണ് അപ്പീൽ ടു ഇമോഷൻ. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് അത് ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Is it fine? Okay. അടുത്ത ടൈപ്പ് ആണ് അപ്പീൽ ടു അതോറിറ്റി, ആർഗ്യുമെന്റം ആഡ് വെർസക്കേറ്റിയം. സോ ഇവിടെ ഈച്ച് ഓഫ് ദി നെക്സ്റ്റ് 3 ഫാലസീസ്, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫാലസീസും നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള ഫാലസീസ് കമ്മിറ്റ് ചെയ്യുന്നത്. സോ ഇൻ അപ്പീൽ ടു അതോറിറ്റി, ദി ഒപ്പീനിയൻ ഓഫ് സംവൺ famous or accomplished in some area of expertise is supposed to guarantee a truth of a conclusion. അതായത് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കോട്ട് എടുത്തുകൊണ്ട് അത് മറ്റ് സാഹചര്യങ്ങളിൽ അവരൊരിക്കലും കമന്റ് ചെയ്യാൻ സാധിക്കാത്ത, അവരൊരിക്കലും കണക്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അപ്പീൽ ടു അതോറിറ്റിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കർ പറയാണ്, ബൂസ്റ്റ് ഈസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി, റൈറ്റ്? ഓക്കെ,
അങ്ങനെ ഒരു കമന്റ് പറയുന്നു. സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ്. പക്ഷേ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് സംഭവിക്കുന്നത് ആ ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് എത്രമാത്രം എക്സ്പെർട്ടൈസ് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി അഡ്വർടൈസ്മെന്റ്സിൽ നോർമലി കാണുന്നതാണ്. നമുക്ക് നോർമലി അക്സെപ്റ്റ് ചെയ്ത നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഏരിയയിൽ കാര്യങ്ങൾ പറയും. മറ്റൊരു ഏരിയയുമായിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ അതാണ് അപ്പീൽ ടു അതോറിറ്റി. മീൻസ് അവിടെ ഒരു പവർഫുൾ പേഴ്സൺ ആണ്, ഒരുപാട് ഏബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ ഇൻഡിവിജ്വലിന്റെ ഒപ്പീനിയൻ വച്ചുകൊണ്ട് നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. അതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെഡറൽ റിസർവ് ചെയർ അലൻ ഗ്രീസ്പാൻ ബിലീവ്സ് ദാറ്റ് സ്പൈഡേഴ്സ് ആർ ഇൻസെക്ട്സ്. ഒരു ഇൻഡിവിജ്വൽ, ഒരു ഫെഡറൽ റിസർവിന്റെ, അമേരിക്കയിലെ ഫെഡറൽ റിസർവിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള അലൻ ഗ്രീസ്പാൻ, അദ്ദേഹം വിശ്വസിക്കുന്നു സ്പൈഡേഴ്സ് എന്ന് പറയുന്ന ഇൻസെക്ട്സ് ആണ്. അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എല്ലാ സ്പൈഡേഴ്സും ഇൻസെക്ട്സ് ആണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ, പക്ഷെ ഇവിടെ സ്പൈഡേഴ്സ് ഇൻസെക്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. പക്ഷെ പറയുന്നത് മറ്റൊരാളുടെ ബിലീഫാണ്. ആ ഇൻഡിവിജ്വൽ അങ്ങനെ പറയുന്നത് കൊണ്ട് അത് ശരിയാണ് എന്നുള്ള രീതിയിൽ ആർഗ്യുമെന്റ്സ് പറയുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ assuming a claim is true because the authority says it is. ഒരു ക്ലെയിം ട്രൂ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം. എന്തുകൊണ്ടാണ്? അതോറിറ്റി അങ്ങനെയാണ് പറഞ്ഞത്. ഒരു അതോറിറ്റി, ഒരു പവർഫുൾ പേഴ്സൺ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ക്ലെയിം ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത്തരത്തിലുള്ള കൺക്ലൂഷൻസ് വരണമെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ബട്ട് വൈ ഷുഡ് വി സ്വിച്ച് ടു ദിസ് ബഫർ സൊല്യൂഷൻ? എന്തുകൊണ്ടാണ് ഈ ബഫർ സൊല്യൂഷനിലേക്ക് പോകേണ്ടതെന്ന് ഒരു ടീം ലീഡും അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടി സംസാരിക്കുന്നു. മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു, ബിക്കോസ് ഐ ആം ദി ലാബ് ഹെഡ് ആൻഡ് ഐ സെഡ് സോ. ഞാനാണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്ന വ്യക്തി, ലാബ് ഹെഡ് ആണ്. സോ ലാബ് ഹെഡ് ഞാനായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു, നിങ്ങൾ അംഗീകരിച്ചേ പറ്റും. എന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇത് പറയുന്നു, നിങ്ങൾ ഇനി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, അത് അംഗീകരിച്ചേക്കുക. സോ ലൈക്ക് അതേ രീതിയിൽ തന്നെ സെക്കൻഡ് പാർട്ടിയും ചോദിക്കുകയാണെങ്കിൽ, ബിക്കോസ് ഐ ആം ഇൻ പൊസിഷൻ ടു ഡു സോ എന്ന് സെക്കൻഡ് പേഴ്സൺ പറയുകയാണ്. അത്തരത്തിൽ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡ് പേഴ്സണെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലാതെ വേറൊന്നും. ഇവിടെ ബെസ്റ്റ് എക്സാമ്പിൾ ഇത് തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ പറഞ്ഞു, ആ ഇൻഡിവിജ്വൽ ഇങ്ങനെ ചിന്തിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അതിനകത്ത് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. എന്തുകൊണ്ടാണ് സ്പൈഡേഴ്സ് ഇൻസെക്ട് ആണോ എന്ന് ചോദിക്കാനുള്ള യാതൊരു പ്രൊവിഷനും ഇല്ല. പകരം ഒരു ഇൻഡിവിജ്വൽ അങ്ങനെ വിശ്വസിക്കുന്നു, ആ ഇൻഡിവിജ്വൽ അങ്ങനെ പറയുന്നു, അതുകൊണ്ട് അത് അങ്ങനെയാണ് എന്ന് ഉള്ള ഒരു കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അഡ് ഹോമിനം. അഡ് ഹോമിനം എന്ന് പറഞ്ഞാൽ ദി മിറർ ഇമേജ് ഓഫ് അപ്പീൽ ടു അതോറിറ്റി ഈസ് അഡ് ഹോമിനം ആർഗ്യുമെന്റ്, in which we are encouraged to reject a proposition because it is stated opinion of someone regarded as disreputable in some way. ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. മറ്റേതെങ്ങനെയായിരുന്നു? ഈ ഇൻഡിവിജ്വലിനെ നമ്മൾ അപ്പീൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ആ ഇൻഡിവിജ്വൽ പറയുന്നത് ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് അപ്പീൽ ടു അതോറിറ്റിയാണ്. വേറസ് സെക്കൻഡ് ഇൻഡിവിജ്വലിനെ നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ട് ആ ഇൻഡിവിജ്വൽ പറയുന്നത് തെറ്റാണ് എന്ന് അടിച്ചമർത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ, അറ്റാക്കിങ് എ പേഴ്സൺ എന്ന് പറയാം, ആ ഇൻഡിവിജ്വലിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് അഡ് ഹോമിനം എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹെറാൾഡ് മെയിൻറ്റെയിൻസ് ദാറ്റ് ലീഗൽ ഏജ് ഓഫ് ഡ്രിങ്കിങ് ബിയർ should be 18 instead of 21. ഹെറോൾഡ് പറഞ്ഞതാണ്. ബട്ട് വി ഓൾ നോ ദാറ്റ് ഹെറോൾഡ് ആ ഇൻഡിവിജ്വലിനെയാണ് നമ്മളോട് അറ്റാക്ക് ചെയ്യുന്നത്. ആർഗ്യുമെന്റിൽ ഹെറാൾഡ് പറഞ്ഞ കാര്യം നമ്മളോട് പറഞ്ഞു. ഹെറാൾഡ് പറയുന്നത് ലീഗൽ ഏജ് ഓഫ് ഡ്രിങ്കിങ് ബിയർ എന്ന് പറയുന്നത് 18 ആവണം, അല്ലാതെ 21 എന്നുള്ളത് കുറച്ച് 18 ആക്കി കുറയ്ക്കണം എന്ന് ഹെറാൾഡ് പറഞ്ഞു. ആ ഹെറാൾഡ് പറയാനുള്ള കാരണം എന്താണെന്നൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹത്തെയാണ് ആർഗ്യൂ ചെയ്യുന്നത്, ഹെറാൾഡിനെ ആർഗ്യൂ ചെയ്യുന്നു. ഐ മീൻ ഹെറാൾഡിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. സോ ഹിയർ യു ക്യാൻ സീ, ബട്ട് വി ഓൾ നോ ദാറ്റ് ഹെറാൾഡ് ഡ്രസ്സസ് ഫണ്ണി ആൻഡ് സ്മെൽസ് ബാഡ്, or he is 19 years old and would like to drink legally, or believes that the legal age of voting should be 21 not 18, or doesn't understand the law by any better than rest of us. So അദ്ദേഹത്തെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റീസൺ പറയാനുള്ള സാഹചര്യങ്ങളല്ല, പക്ഷെ ആ ഇൻഡിവിജ്വൽ അഗേൻസ്റ്റ് ആയിരിക്കും ആർഗ്യുമെന്റ് വരുന്നത്. ഹെറാൾഡ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ സെക്കൻഡ് പാർട്ടി ആർഗ്യൂ ചെയ്യുന്നത് ആ ഇൻഡിവിജ്വൽ അഗേൻസ്റ്റ് ആണ്. ലൈക്ക് ഹെറാൾഡ് എന്ന് പറയുന്നത് ഡ്രസ് ചെയ്യുന്നത് മോശമാണ്, അദ്ദേഹം ഫണ്ണിയാണ്, അദ്ദേഹം സ്മെൽസ് ബാഡ് ആണ്, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ
ഇപ്പോഴും വിശ്വസിക്കുന്നത് 21 ആണ് വോട്ടിംഗ് ഏജ് എന്നാണ്. സോ ലൈക്ക് ആ ഇൻഡിവിജ്വലിന്റെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് ആ ആർഗ്യുമെന്റിനെ നമ്മൾ തള്ളിക്കളയുവാണെങ്കിൽ അതിനെയാണ് അഡ് ഹോമിനം ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ ഫൈനൽ കൺക്ലൂഷൻ നിങ്ങൾക്ക് കാണാം, ദി ലീഗൽ ഏജ് ഓഫ് ഡ്രിങ്കിങ് ബിയർ ഷുഡ് ബി 21 ഇൻസ്റ്റെഡ് ഓഫ് 18. അദ്ദേഹം പറഞ്ഞ 18 ആക്കണം എന്നാണ്. 18 അല്ല 21 തന്നെ വേണം എന്ന് പറയാൻ വേണ്ടി ഹെറാൾഡിനെയാണ് കുറ്റം പറഞ്ഞത്, അല്ലാതെ ആ ഒരു മാറ്റർ ഓഫ് ഫാക്ടിനെ അല്ല. അങ്ങനെ വരുവാണെങ്കിൽ അത് അഡ് ഹോമിനമാണ്, അറ്റാക്കിംഗ് എ പേഴ്സൺ. ഓക്കെ, സെയിം തിങ് നിങ്ങൾക്ക് ഇവിടെയും കാണാം മറ്റൊരു എക്സാമ്പിൾ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ആം ഫോർ റേസിംഗ് ദി മിനിമം വേജ് ഓഫ് അവർ സ്റ്റേറ്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒരു ലേഡി പറയുന്നു. ആ ലേഡിയുടെ ആ സ്റ്റേറ്റ്മെന്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി ഷീ ഈസ് റേസിംഗ് മിനിമം വേജ്, ബട്ട് isn't even smart enough to run a business. ആ ഇൻഡിവിജ്വൽ മിനിമം വേജ് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു ബിസിനസ് പോലും റൺ ചെയ്യാനുള്ള ക്വാളിറ്റി ആ ഇൻഡിവിജ്വലിന് ഇല്ല. അവിടെ എന്താ ചെയ്തത്? ആ ഇൻഡിവിജ്വലിനെയാണ് അറ്റാക്ക് ചെയ്തത്. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? അഡ് ഹോമിനം. അഡ് ഹോമിനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അപ്പീൽ ടു അതോറിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിന്റെയും സാഹചര്യങ്ങൾ നോക്കുക. ഒരു ഫേമസ് ഇൻഡിവിജ്വൽ പറയുന്ന ആൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പീൽ ടു അതോറിറ്റി ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ്, ആ ഇൻഡിവിജ്വൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അഡ് ഹോമിനമാണ്. മനസ്സിലായോ? ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞ ഓരോ ഫാലസീസും ഒരു തവണ കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ കിട്ടുന്നുണ്ടോ എന്ന്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫാലസി ഓഫ് റെലവൻസ്, ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫാലസി ഓഫ് റെലവൻസ് പറഞ്ഞു. ദെൻ ഫാലസി ഓഫ് സഫിഷ്യൻസി, ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എവിഡൻസ്. ദെൻ ഫാലസി ഓഫ് പ്രിസംഷൻ, ദെൻ ഫാലസി ഓഫ് ആംബിഗ്വിറ്റി. ഇത് ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ ഡിഫറെന്റ് ടൈപ്സിലേക്ക് വരുമ്പോൾ യു ക്യാൻ സി അപ്പീൽ ടു ഫോഴ്സ് എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പീൽ ടു ഫോഴ്സ് സമ്മൺ. രണ്ടാമതായിട്ട് അപ്പീൽ ടു പിറ്റി, ഒരു പിറ്റി ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അപ്പീൽസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അപ്പീൽ ടു ഇമോഷൻ, സെക്കൻഡ് പാർട്ടിയിൽ ഇമോഷൻ വളർത്തുക, അതുവഴി നമ്മൾ പറയുന്ന ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആക്കണം. അതാണ് അപ്പീൽ ടു ഇമോഷനിൽ വരുന്നത്. ദെൻ അപ്പീൽ ടു അതോറിറ്റി ആൻഡ് അപ്പീൽ ടു അഡ് ഹോമിനം, ലാസ്റ്റ് വൺ. എല്ലാത്തിലും ഈ പറഞ്ഞ 5 or 6 ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഇതുവരെ പറഞ്ഞ ടൈപ്സിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ക്ലിയർ ആകാതെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി വേണം അടുത്തയിലേക്ക് പോകാൻ. ഓക്കെ ആണോ എല്ലാവർക്കും? അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്തത് അപ്പീൽ ടു ഇഗ്നോറൻസ്, ആർഗ്യുമെന്റും ആൻഡ് ഇഗ്നോറേഷൻ. സോ an appeal to ignorance proposes that we accept the truth of a proposition unless an opponent can prove otherwise. For example, നമ്മളിപ്പോ മറ്റൊന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് വിശ്വസിക്കാം. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഓർക്കുക. നമുക്ക് മറ്റൊന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വിശ്വസിക്കുക എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ, എന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അപ്പീൽ ടു ഇഗ്നോറൻസ് ആണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോ വൺ ഹാസ് കൺക്ലൂസീവ്ലി പ്രൂവൺ ദാറ്റ് ദർ ഈസ് നോ ഇന്റലിജന്റ് ലൈഫ് ഓൺ ദി മൂൺസ് ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിലെ മൂൺസിൽ ഇന്റലിജന്റ് ലൈഫ് ഇല്ല എന്ന് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, ലൈഫ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാത്തത് കൊണ്ട് there is life on ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെ മൂണിൽ ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഇല്ല എന്ന് ആർക്കും പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ലൈഫ് ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുക. ദിസ് ഈസ് കോൾഡ് അപ്പീൽ ടു ഇഗ്നോറൻസ്. ഓക്കെ, ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല, അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അപ്പീൽ ടു ignorance. So, but of course, in the absence of evidence against the proposition is not enough to secure its truth. അതായത് ഇവിടെ വരുമ്പോൾ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഇല്ല എന്നുള്ളത് ഒരിക്കലും നമുക്ക് എവിഡൻസ് ആയിട്ട് പറയാൻ സാധിക്കില്ല. ലൈക്ക് ഇവിടെ വരുമ്പോൾ ഒരു ആബ്സെൻസ് ഓഫ് എവിഡൻസ് അഗൈൻസ്റ്റ് പ്രപ്പോസിഷൻ,
അത് ഒരു ട്രൂത്തിലേക്കുള്ള, ഇപ്പോൾ ജൂപ്പിറ്ററിന്റെ മൂൺസിൽ ഇന്റലിജന്റ് ലൈഫ് ഇല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കാത്തത് അത് ഉണ്ടെന്നാണോ അർത്ഥമാക്കുന്നത്? അല്ല. അങ്ങനെയുള്ള കൺക്ലൂഷൻസ് നമ്മളുടെ പ്രപ്പോസിഷൻസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ, യു ക്യാൻ പ്രൂവ് ദാറ്റ് യു ആർ അൻ ഇന്നസെന്റ്, ദെയർഫോർ യു ആർ ഗിൽറ്റി. താങ്കൾ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഗിൽറ്റിയാണ്. സോ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇന്നസെന്റ് അല്ല എന്ന് വരുന്നില്ല. ഓക്കെ, അതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റിൽ നമ്മൾ ഓർക്കേണ്ടത്. അടുത്തത് ഇറലവന്റ് കൺക്ലൂഷൻ. ഫൈനലി, the fallacy of irrelevant conclusion tries to establish the truth of a proposition by offering an argument that actually provides support to an entirely different conclusion. So, നമ്മളിവിടെ പറയുന്ന ആർഗ്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണോ എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് പ്രൂവ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓൾ ചിൽഡ്രൻ ഷുഡ് ഹാവ് ആംപിൾ അറ്റൻഷൻ ഫ്രം ദെയർ പാരന്റ്സ്. എല്ലാ കുട്ടികൾക്കും ആംപിൾ അറ്റൻഷൻ, പാരന്റ്സിന്റെ അറ്റൻഷൻ വേണം. പാരന്റ്സ് ഹു വർക്ക് ഫുൾ ടൈം cannot give ample attention to their children. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന പാരന്റ്സിന് അവരുടെ കുട്ടികളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മദേഴ്സ് ഷുഡ് നോട്ട് വർക്ക് ഫുൾ ടൈം. സോ ഇവിടെ പാരന്റ്സിന്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഫാദറും മദറും വരും. അതിനുശേഷം കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ടോട്ടലി വിരുദ്ധമായിട്ടുള്ള, ടോട്ടലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നു. അതായത് അവിടെ മദേഴ്സിനെ മാത്രം പറയുന്നു. മദേഴ്സ് ഷുഡ് നോട്ട് വർക്ക് ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ ആർഗ്യുമെന്റിൽ നിന്നും നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി എടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് മദേഴ്സിന്റെ മാത്രം ആയിട്ട് അവർ മാത്രം വർക്ക് ചെയ്യരുത് എന്ന് പറയുന്നത്. സോ എന്താണോ പ്രെമിസസ്, ആ പ്രെമിസസിൽ നിന്നും ഇറലവന്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെയാണ് ഇറലവന്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫാലസി ഓഫ് ഇറലവന്റ് കൺക്ലൂഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇതൊക്കെ ജസ്റ്റ് ഇതേ രീതിയിലുള്ള എക്സാമ്പിൾസ് ആയിരിക്കും. ആ എക്സാമ്പിൾസ് വരുമ്പോൾ ഇറലവന്റ് കൺക്ലൂഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ആണ് അൺവാറന്റഡ് അസംപ്ഷൻസ്. The fallacies of presumption also fail to provide adequate reason for believing the truth of their conclusion. In these instances, however, erroneous reasoning results from an implicit supposition of some further proposition, thus truth is uncertain or impulsive. Again, we will consider each of them in turn, seeking always to identify the unwarranted assumption upon which it is based. Unwarranted assumption എന്ന് പറഞ്ഞാൽ ഇപ്പോ മുമ്പ് പറഞ്ഞ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇറലവന്റ് കൺക്ലൂഷൻ ആണെങ്കിൽ അസ്യൂം ചെയ്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വാറന്റഡ് അല്ല, ഒരിക്കലും നമുക്ക് ജെനുവിൻ ആയിട്ട് തോന്നില്ല. ജെനുവിൻ അല്ലാത്ത പ്രപ്പോസിഷൻസ് വയ്ക്കുവാണെങ്കിൽ അത് അൺവാറന്റഡ് അസംഷനിലേക്ക് പോകും. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് റെലവെന്റ്. നമ്മളെ സംബന്ധിച്ച് വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല അൺവാറന്റഡ് അസംഷൻ. അൺവാറന്റഡ് അസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രിസംഷൻ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രെമിസ് അത് ജെനുവിൻ അല്ല, അത്ര ജെനുവിൻ ആയിട്ട് അല്ലെങ്കിൽ ട്രൂത്ത് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ വരുവാണെങ്കിൽ അത് അൺവാറന്റഡ് അസംഷൻ ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് റെലവെന്റ്. അടുത്തതിലേക്ക് പോകുന്നു. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്ത ഏരിയാസ് ആണ്, എന്നാലും ഒരു തവണ കേട്ടിരിക്കണം. Accident. Fallacy of accident begins with the statement of some principle that is true as a general rule, but can err by applying this principle to specific case that is unusual or typical in some way. നമുക്ക് ജനറലി പറയുമ്പോൾ ശരിയായിരിക്കും, പക്ഷെ ഒരു പാർട്ടിയെ പറ്റിയോ ഒരു സ്പെസിഫിക് കേസ് എടുത്ത് പറയുമ്പോഴോ അത് ശരിയാകണമെന്നില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനാണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്, ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിമൻ ഏൺസ് ലെസ് ദാൻ മെൻ. മെൻ വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്നതിനേക്കാൾ ഒരേ വർക്ക് തന്നെ ചെയ്യുമ്പോഴും വിമന് കുറച്ചേ കിട്ടുന്നുള്ളൂ. അവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒപ്ര വിൻഫ്രേ എന്ന് പറയുന്നത് ഒരു വിമൻ ആണ്. അതിന്റെ അർത്ഥം ഒപ്ര വിൻഫ്രേ മറ്റ് മെൻസിനേക്കാളും കുറവാണ്, മെയിലിനേക്കാളും കുറവാണ് ഏൺ ചെയ്യുന്നതല്ല. ഒപ്ര വിൻഫ്രേ എന്ന് പറയുന്നത് ടോക്ക് ഷോസിലൊക്കെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന വ്യക്തിയാണ്. അവർ കുറച്ച് ഏൺ ചെയ്യുന്നു അവിടെ ഒരു അർത്ഥമേ ഇല്ല.
അത്തരത്തിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു എറർ ആണ് ഫാലസി ഓഫ് ആക്സിഡന്റ്. ഓക്കെ, സോ ഇപ്പോ വേറെ എക്സാമ്പിൾസ്, ഇപ്പോൾ സിനിമ ആക്ടേഴ്സിനെ പറ്റി കമ്പയർ ചെയ്യുവാണെങ്കിൽ നോർമലി മെയിൽ ആക്ടേഴ്സിനായിരിക്കും കൂടുതൽ റെമ്യൂണറേഷൻ. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലേഡി ആക്ടറെ എടുത്ത് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവർക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് വരുന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന ആ ഒരു ജനറൽ റൂൾ വർക്ക് ചെയ്യണമെന്നില്ല. അതാണ് ആക്സിഡന്റിൽ വരുന്നത്. സോ വിമൻ ഏൺസ് മോർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. പക്ഷെ അതിൽ നിന്നും ഒരു സ്പെസിഫിക് കേസ് എടുക്കുമ്പോൾ ഈ പറയുന്ന ജനറൽ കൺസെപ്റ്റ് ശരിയാകണം എന്നില്ല. അതാണ് ഫാലസി ഓഫ് ആക്സിഡന്റ്. ഓക്കെ, ഓക്കെ ആണോ? ഈ പറഞ്ഞ ഞാനിപ്പോ പറഞ്ഞ ഫോൾസ്, ഓക്കെ, ബിഫോർ ദാറ്റ് ഞാനിപ്പോ പറഞ്ഞ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതില്ല അപ്പീൽ ടു ഇഗ്നോറൻസ് നിങ്ങൾ നോക്കണം. ദെൻ ഇറലവന്റ് കൺക്ലൂഷൻ അത്രയും റെലവൻസ് കൊടുക്കേണ്ട കാര്യമില്ല, എന്നാലും കൺക്ലൂഷനിലുള്ള പോരായ്മ അതാണ് ഉദ്ദേശിക്കുന്നത്. അൺവാറന്റഡ് അസംഷൻ അത്രയും ഇമ്പോർട്ടന്റ് അല്ല. ഫാലസി ഓഫ് ആക്സിഡന്റും അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയില്ല. അടുത്തത് കൺവേഴ്സ് ആക്സിഡന്റ്. ഫാലസി ഓഫ് കൺവേഴ്സ് ആക്സിഡന്റ് begins with a specific case that is unusual or a typical in some way. അതായത് നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒരു സ്പെസിഫിക് കേസ് പറയുന്നു, അത് വെച്ചുകൊണ്ട് എല്ലാ ജനറലും ഇങ്ങനെയാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുണ്ടാകാവുന്ന ഇഷ്യൂ ആണ് കൺവേഴ്സ് ആക്സിഡന്റ്. അതായത് ഡെനിസ് റോഡ്മാൻ വേഴ്സ് ഇയറിംഗ്സ് ആൻഡ് is an excellent rebounder. സോ ഈ ഡെനിസ് റോഡ്മാൻ എന്ന് പറയുന്നത് ഈ വ്യക്തി ഇയർ റിംഗ്സ് ധരിച്ചിട്ടുണ്ട്, അദ്ദേഹം നല്ലൊരു റീബൗണ്ടർ ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാ ഇൻഡിവിജ്വൽസും ഇയർ റിംഗ്സ് ധരിക്കുന്ന എല്ലാ ഇൻഡിവിജ്വൽസും നല്ല റീബൗണ്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലിന്റെ പേര് പറയുന്നു, ആ ഇൻഡിവിജ്വൽ സാരിയാണ് ധരിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹം നല്ല സിംഗർ ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സാരി ധരിച്ച് പാട്ട് പാടുന്ന എല്ലാവരും നല്ല സിംഗേഴ്സ് ആണ് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതാണ് കൺവേഴ്സ് ആക്സിഡന്റിൽ വരുന്നത്. ഒരു സ്പെസിഫിക് കേസ് പറയുന്നു, ആ സ്പെസിഫിക് കേസിനെ വച്ചുകൊണ്ട് ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ വരുന്ന എറർ ആണ് കൺവേഴ്സ് ആക്സിഡന്റ്. ജസ്റ്റ് ഫാലസി ഓഫ് ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് പോകുമ്പോൾ എറർ ആണ്. വേറസ് കൺവേഴ്സ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല, സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റിൽ നിന്നും ജനറലിലേക്ക് പോകുമ്പോൾ ഉള്ള എറർ ആണ് കൺവേഴ്സ് ആക്സിഡന്റ്. ഓക്കെ ആണോ? ഇത് രണ്ടും കൺസെപ്റ്റുകൾ മാത്രം മതി. Let me move on to the third one. Next one, false cause. False cause. The fallacy of false cause infers the presence of a causal connection simply because events appears in a to occur in correlation. അതായത് ഒരു അടുത്തടുത്ത വേയിൽ വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇവന്റ്സ് ഒരു കോറിലേഷനിൽ വരുന്നത് കൊണ്ട് നമ്മൾ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. The moon was full on Thursday evening. On Friday morning, I overslept. Therefore, full moon caused me oversleep. Okay, അതായത് ഇവന്റ്സ് ഒരുമിച്ച് വന്നു. പോസ്റ്റ് ഹോക്ക് ആൻഡ് ഇർഗോ പ്രോട്ടർ ഹോക്ക് എന്നും പറയും. അതായത് ഈ ടേം ഓർത്തേക്കണം, പോസ്റ്റ് ഹോക്ക് ആൻഡ് ഇർഗോ പ്രോട്ടർ ഹോക്ക്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോസ്, അതായത് ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മൂൺ വാസ് ഫുൾ ഓൺ തേഴ്സ്ഡേ ഈവനിങ്. തേഴ്സ്ഡേ ഈവനിങ് ഫുൾ മൂൺ ഡേ ആയിരുന്നു. അതൊരു നാച്ചുറൽ ഒക്യൂർ ചെയ്തതാണ്, ഒരു ഇവന്റ് അങ്ങനെ അപ്പിയർ ചെയ്തു. ദെൻ ഫ്രൈഡേ മോർണിംഗിൽ ഞാൻ ഓവർ സ്ലീപ്പ് ചെയ്തു, കൂടുതൽ ഉറങ്ങി. അപ്പൊ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്തിട്ട്, ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എന്നാൽ ഒരു കാര്യവുമില്ലാതെ വെറുതെ മാച്ച് ചെയ്തുകൊണ്ട് അതിനെ വൈസ് ചെയ്തൊരു കൺക്ലൂഷനിലേക്ക് പോവാണ്. ദെർഫോർ ഫുൾ മൂൺ കോസ്ഡ് മീ ടു ഓവർ സ്ലീപ്പ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും മാച്ച് ചെയ്യാനുണ്ടോ? ഒന്നും തന്നെ ഇല്ല, ഒന്നും മാച്ച് ചെയ്യാനില്ല. എന്നാൽ ആ സാഹചര്യത്തെ മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫോൾസ് കോസ് ഓർ പോസ്റ്റ് ഹോക്ക് ഓർ ഇർഗോ പ്രോട്ടർ ഹോക്ക് വെറൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? Later, we'll consider the sort of evidence adequately support the conclusion that causal relationship does exist, but these fallacies clearly are not enough. So, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ഫുൾ മൂൺ ആയതുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിന് ഉറക്കം പോയി എന്ന് പറയുന്നത് എത്രമാത്രം മാച്ച് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ഫുൾ മൂൺ ആയതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ഉറങ്ങി എന്ന് പറയുന്നത് എത്രമാത്രം മാച്ച് ചെയ്യാൻ സാധിക്കും? അത് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കോസും ആ ഒരു ഇവന്റ് തമ്മിൽ മാച്ച് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അതിനെ ഫോൾസ് കോസ് എന്ന് പറയും.
ഓക്കെ, എക്സാമ്പിൾസ് വെച്ചൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്തത്, ദിസ് വൺ ഇസ് ഇമ്പോർട്ടൻറ്റ്, begging the question. Petitio Principi. Begging the question is a fallacy of using the conclusion of an argument as one of the premises offered in its own support. Although this often happens in an implicit or disguised fashion, an explicit version would look like this. Normally നമുക്ക് നോക്കുകയാണെങ്കിൽ begging the question, അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. All dogs are mammals. All mammals have hair. Since animals with hair bear live young, dogs bear live young. But all animals that bear live young and mammals. Therefore, all dogs are mammals. മറ്റൊരു എക്സാമ്പിൾ, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. Murder is always morally wrong. Therefore, abortion is morally wrong. Okay? Begging the question കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫാലസി നമ്മളിവിടെ നമ്മളുടെ അസംഷൻ വെച്ച് ചേർത്ത് പറയുകയാണ്. അസംഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫാലസി ചേർത്ത് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ചേർത്ത് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതാണ് begging the question വരുന്നത്. Here you can see, ഒരു മർഡർ എന്ന് പറയുന്നത് എപ്പോഴും മോറലി റോങ് ആണ്. മർഡർ is something else and abortion is something totally different. ഇത് രണ്ടും മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട്, നമ്മളുടെ തോട്ട് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ രണ്ടിനെയും മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് അബോർഷനും മോറലി റോങ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു begging a question സിറ്റുവേഷൻ ആണ്. Begging the question fallacy occurs when the conclusion is assumed to be true in the argument's premises. ആർഗ്യുമെന്റ് premises പറയുന്ന ഈ മർഡർ എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്റ്റിനകത്ത് അബോർഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അല്ലാതെ അബോർഷനെ പറ്റി വേറെ എവിടെയും പറയുന്നില്ല. അത്തരത്തിൽ ആ സ്റ്റേറ്റ്മെന്റിൽ പറയാത്ത ഒരു കാര്യം കൺക്ലൂഷന്റെ പാർട്ടായിട്ട് വരുവാണെങ്കിൽ അതിനെയാണ് begging the question എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിൾ തന്നെ ഓർക്കുക. ഓക്കെ, ഓക്കെ ആണോ ദിസ് വൺ? begging the question ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഓർത്താൽ മതി. മുമ്പത്തെ എക്സാമ്പിളിനകത്ത് കുറച്ചുകൂടി അൺക്ലിയർ ആണ്. ബിക്കോസ് അതെല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഇറലവന്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ പറയുന്ന രീതിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലും കുറച്ചുകൂടി നല്ല എക്സാമ്പിൾ ഇതാണ്. ഓക്കെ ആണോ? അണ്ടർസ്റ്റുഡ്? മറ്റൊന്ന്, കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. The fallacy of complex question. This is not that much important, that much relevant. എന്നാലും കേക്ക് അത്രേ ഉള്ളൂ. എന്താണ് ചോദിക്കുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് എല്ലാം പറയുന്നത്. Presuppose the truth of its own conclusion by including it implicitly in the statement of the issue to be considered. അതായത് ഇവിടെ ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ് എന്ന് മുൻകൂട്ടി അങ്ങ് ചിന്തിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, have you tried to stop watching too much television? If so, then you admit that you do watch too much television. If not, then you still be watching too much television. So, നമ്മൾ ഈ പറയുന്ന premises ഉപയോഗിച്ചുകൊണ്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കൺക്ലൂഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. premises-ൽ നിന്ന് തന്നെ കൺക്ലൂഷൻ ട്രൂ ആണ് എന്ന് ഓൾറെഡി അങ്ങ് പ്രൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, have you tried to stop watching too much television? ടെലിവിഷൻ കൂടുതലായിട്ട് കാണുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൂടുതൽ ടെലിവിഷൻ കാണുന്നുണ്ടെന്നാണ്. ഇനി ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും, ട്രൈ ചെയ്തിട്ടില്ല എന്നൊരു ആൻസർ പറയുകയാണെങ്കിലും അതിനർത്ഥവും നിങ്ങൾ കൂടുതൽ ടെലിവിഷൻ കാണുന്നുണ്ടെന്ന് തന്നെയാണ്. അതായത് ക്വസ്റ്റ്യന്റെ ആൻസർ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതിന്റെ ആൻസറിൽ തന്നെ കൺക്ലൂഷൻ ലിങ്ക്ഡ് ആണ്. അത്തരത്തിൽ പുതിയൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ, മറ്റൊരു ഓപ്ഷൻ കൊടുക്കാതെ, അതായത് അദ്ദേഹത്തിന് ഞാൻ കൂടുതൽ ടെലിവിഷൻ കാണുന്നില്ല എന്ന് പറയാവുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് ടെലിവിഷൻ കാണുന്നത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി അസ്യൂം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം കൂടുതലായിട്ട് ടെലിവിഷൻ കാണുന്നുണ്ടെന്ന്. അപ്പൊ അതിനർത്ഥം നമ്മളുടെ ആർഗ്യുമെന്റിൽ തന്നെ പ്രീസപ്പോസ് ചെയ്യുകയാണ് ദാറ്റ് ഇൻഡിവിജ്വൽ വാച്ച് ടു മച്ച് ടെലിവിഷൻ. ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സിനെയാണ് ഫാലസി ഓഫ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ,
സോ അടുത്ത ടൈപ്പ് ഓഫ് ഫാലസി, ലെറ്റ്സ് ചെക്ക് ambiguous ലാംഗ്വേജ് അല്ല, വിൽ ചെക്ക് ഇക്വിവൊക്കേഷൻ. ഇക്വിവൊക്കേഷൻ തൊട്ട് നോക്കിയാൽ മതി. ഇക്വിവൊക്കേഷൻ മീൻസ് an equivocation trades upon the use of ambiguous word or phrase in one of its meaning in one of the prepositions and but also in another meaning in second preposition. ആദ്യത്തെ പ്രപ്പോസിഷനിൽ ഒരു മീനിങ്ങിലും രണ്ടാമത്തെ പ്രപ്പോസിഷനിൽ മറ്റൊരു മീനിങ്ങിലും ഉപയോഗിക്കും. അതായത് ചില വേർഡുകൾക്ക് ഒരേ മീനിങ് ഉണ്ടാകാം. ഒരേ വേർഡിന് തന്നെ പല മീനിങ്ങുകൾ ഉണ്ടാകാം. അതിൽ ആ പല മീനിങ്ങുകളുള്ള വേർഡ് രണ്ട് സാഹചര്യങ്ങളിൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കുകയാണ്. അതിൽ നിന്നും കൺക്ലൂഷൻ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. Here you can see really exciting novels are rare. Okay, really exciting novels are rare. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് കുറവാണെന്നാണ്. രണ്ടാമതായിട്ട് ബട്ട് റെയർ ബുക്സ് ആർ എക്സ്പെൻസീവ്. റെയർ ബുക്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. ഈ രണ്ട് സാഹചര്യങ്ങളിലും റെയറിന്റെ മീനിങ് ഒന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. റിയലി എക്സൈറ്റിംഗ് നോവൽസ് ആർ റെയർ എന്ന് പറയുമ്പോൾ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് വളരെ കുറവാണെന്നേ മീനിങ് ഉള്ളൂ. അതേസമയം റെയർ ബുക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ബുക്സ് ആണ്. അപൂർവമായിട്ട് മാത്രമുള്ള ബുക്സ്, അത് എക്സ്പെൻസീവ് ആണ്. സോ രണ്ട് സാഹചര്യവും ടോട്ടലി ഡിഫറെന്റ് ആണ്. എക്സൈറ്റിംഗ് നോവൽസ് വളരെ കുറവാണെന്ന് പറയുന്നതും അതേസമയം അപൂർവമായിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് രണ്ട് സാഹചര്യമാണ്. നമുക്ക് ഒരിക്കലും രണ്ടും ഒരുമിച്ച് മാച്ച് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് therefore റിയലി എക്സൈറ്റിംഗ് നോവൽസ് ആർ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാകണമെന്നില്ല. ഓക്കെ, മനസ്സിലായോ? സാഹചര്യം നോക്കുക. രണ്ട് സാഹചര്യത്തിലും റെയറിന്റെ മീനിങ് വരുന്നത് രണ്ട് സിറ്റുവേഷൻ ആണ്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ റെയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോവൽസ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് കുറവാണെന്ന് മാത്രമാണ്. അല്ലാതെ ആ കുറവുള്ള ബുക്സ് എക്സ്പെൻസീവ് ആണെന്നല്ല. എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് കുറവാണ്. അതിനുശേഷം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ബുക്സ്, ലൈക്ക് ഇപ്പോ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ബുക്കിന് എക്സാമ്പിൾ ആലോചിക്കും മനസ്സിലായി. ആ ബുക്ക് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലാതെ ആ അപൂർവമായിട്ട് കിട്ടുന്ന ബുക്സ് ആണോ ഈ റിയലി എക്സൈറ്റിംഗ് നോവൽസ്? അല്ല, അപൂർവമായിട്ടേ കിട്ടുള്ളൂ, ചില ആളുകളിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്ന ബുക്സിന്റെ സാഹചര്യം ടോട്ടലി ഡിഫറെന്റ് ആണ്. ആ ഒരു സാഹചര്യം ഡിഫറെന്റ് ആണ്. എന്നാൽ ആദ്യം പറയുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് എന്ന് പറയുന്നത് റെയർ ആണ്. ഇവിടെ നോവൽസ് ഉണ്ടാകാം, എന്നാൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് ആരും എഴുതിയിട്ടില്ല എന്നാണ്. അതും ഒന്ന് നിലവിൽ എഴുതാത്തതാകാം, മറ്റൊന്ന് എഴുതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന കുറച്ച് പബ്ലിഷ് ചെയ്തത് മാത്രമുള്ള സാഹചര്യമാണ്. അത് രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണ്. ആ രണ്ട് സിറ്റുവേഷനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല. സോ ഇതിനെയാണ് ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. സെയിം വേർഡ്സ് ഡിഫറെന്റ് മീനിങ്ങിൽ രണ്ട് ആർഗ്യുമെന്റിൽ ഉപയോഗിച്ചതിന് ശേഷം അതിനെ നമ്മൾ കൺക്ലൂഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫാലസിയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇക്വിവൊക്കേഷൻ. ഇക്വിവൊക്കേഷൻ ക്ലിയർ ആണോ? അടുത്തത് ആംഫിബോളി. An amphiboly can occur even when every term in the argument is univocal, if the grammatical construction of sentence creates its own ambiguity. അതായത് ഒരു നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എല്ലാം യൂണിവോക്കൽ ആയാൽ പോലും ആംഫിബോളി അപ്പിയർ ചെയ്യാമെന്നാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെക്ലെസ് മോട്ടറിസ്റ്റ് Thursday struck and injured a student who was jogging through the campus in his pickup truck. അതായത് ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നതിനകത്തൊരു അല്ലെങ്കിൽ ആ സെന്റൻസ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് ഒരുപാട് പോരായ്മകൾ, ഒരുപാട് മിസ്റ്റേക്സ്, ഒരുപാട് ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷനകത്ത് ഒരുപാട് ക്ലിയർ അല്ലാത്ത സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആംഫിബോളി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു റെക്ലെസ് മോട്ടറിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. Thursday struck and injured a student who was jogging through the campus in his pickup truck. Pickup truckil എങ്ങനെയാണ് ജോഗ് ചെയ്യുന്നത്? സോ ലൈക്ക് ഓരോന്നും മാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു വേർഡ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ സെന്റൻസിന് മൊത്തം എററുണ്ട്. അങ്ങനെ ഒരു നല്ല ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ അല്ലാത്തത് കൊണ്ട് വരാവുന്ന എററിനെയാണ് ആംഫിബോളി എന്ന് പറയുന്നത്. Okay, therefore it is unsafe to
ജോഗ് ഇൻ യുവർ പിക്കപ്പ് ട്രക്ക്. പിക്കപ്പ് ട്രക്കിൽ ജോഗ് ചെയ്യുക എന്ന് പറയുന്നത് അൺസേഫ് ആണ്. സോ മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വേർഡിൽ ആംബിഗ്യൂറ്റി ഉണ്ട്, വേഗ്നെസ് ഉണ്ട്. വേഗ്നെസ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ആംഫിബോളി എന്ന് പറയുന്നത്. ഇൻ ദിസ് എക്സാമ്പിൾ ദി premise actually heard on a radio broadcast would be interpreted in different ways, creating the possibility of fallacious inference to the conclusion. ഈ പറയുന്ന ആ ഒരു വേർഡിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും, ഒരു കോമ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയാൽ അർത്ഥം മാറും. ആ രീതിയിൽ നമുക്ക് ഇതിനെ ഈ പറയുന്ന ഈ സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്ലാരിറ്റിയുടെ പോരായ്മ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷന്റെ പോരായ്മ കാരണം ക്രിയേറ്റ് ചെയ്യുന്ന എറർ ആണെങ്കിൽ അതിനെ ആംഫിബോളി എന്ന് പറയും. Then accent. The fallacy of accent arises from ambiguity produced by a shift of spoken or written words. പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ വേർഡിൽ ഉണ്ടാകാവുന്ന പോരായ്മ, അതുവഴി ക്രിയേറ്റ് ചെയ്യുന്ന ആംബിഗ്യൂറ്റി, ആ ഒരു ആക്സെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നം കാരണം അതുവഴി ഉണ്ടാകാവുന്ന പ്രശ്നം. സോ ജോർജ് turned in his assignment on time today. Therefore, George usually turned in his assignment late. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു അസെന്റിലുള്ള അസെന്റ് ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ലൈക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. സെന്റൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജോർജ് ടേൺഡ് ഇൻ ഹിസ് അസൈൻമെന്റ് ഓൺ ടൈം ടുഡേ. ഇന്ന് അദ്ദേഹം കറക്റ്റ് ടൈമിൽ അദ്ദേഹത്തിന്റെ അസൈൻമെന്റ് വെച്ചു. അവിടെ ഇന്ന് എന്നുള്ളതിന് സ്ട്രെസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോർമലി അദ്ദേഹം റൈറ്റ് ടൈമിൽ അദ്ദേഹത്തിന്റെ അസൈൻമെന്റ് വയ്ക്കാറില്ല എന്നാണ്. ഓക്കെ, അത്തരത്തിൽ ആ ഒരു ആക്സെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വേർഡ്സ് കാരണം മറ്റൊരു മീനിങ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇതാണ് ഫാലസി ഓഫ് ആക്സെന്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നോട്ട് ദാറ്റ് റെലവെന്റ്. അടുത്തത് ഫാലസി ഓഫ് കോമ്പോസിഷൻ. ദി ഫാലസി ഓഫ് കോമ്പോസിഷൻ ഇൻവോൾവ്സ് ആൻ ഇൻഫറൻസ് ഫ്രം ദി ആട്രിബ്യൂഷൻ ഓഫ് സം ഫീച്ചർ ടു എവരി ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ദി ക്ലാസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവരി കോഴ്സ് ഐ ടുക്ക് ഇൻ കോളേജ് വാസ് വെൽ ഓർഗനൈസ്ഡ്. Therefore, my college education was well organized. So, composition എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ കുറച്ച് പാർട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് മൊത്തം അങ്ങനെയാണ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് പാർട്ടുകൾ മനസ്സിലാകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന അദ്ദേഹത്തിന്റെ കരിക്കുലം മാത്രമാണ്, അല്ലാതെ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ മൊത്തം കോളേജിലുള്ള കോഴ്സുകൾ അങ്ങനെ ആയിരിക്കും എന്ന് അദ്ദേഹത്തിന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനെയാണ് ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കോമ്പോസിഷന്റെ കേസിൽ ഒന്നെങ്കിൽ അദ്ദേഹം പാർട്ടായിരിക്കും കണ്ടിരിക്കുക, മൊത്തം സാഹചര്യം അറിയില്ലായിരിക്കും. ആ പാർട്ടിൽ നിന്നും മൊത്തം എങ്ങനെയാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം എവറി കോഴ്സ് ഐ ടുക്ക് ഇൻ ദി കോളേജ് വാസ് വെൽ ഓർഗനൈസ്ഡ്. അദ്ദേഹം ഒരു 5 കോഴ്സ് എടുത്തിട്ടുണ്ട്. ടോട്ടൽ കോളേജിൽ 35 കോഴ്സുകളുണ്ട്. ഈ 5 കോഴ്സുകൾ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് 35 കോഴ്സും വെൽ ഓർഗനൈസ്ഡ് ആണെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ വരുന്ന എററാണ് കോമ്പോസിഷൻ, ഫാലസി ഓഫ് കോമ്പോസിഷൻ. ഓക്കെ, then comes fallacy of division. Fallacy of division എന്ന് പറഞ്ഞാൽ the fallacy of division involves an inference from the attribution of some feature to an entire class to the possession of the same feature by each of the individual members. അതായത് ഒരു മൊത്തം ക്ലാസ് ഇങ്ങനെയാണ്, അതിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് ഡിവിഷൻ ആണ്. മുമ്പ് നമ്മൾ പറഞ്ഞ കോമ്പോസിഷന് സംഭവിച്ച എന്താ, ഒരു പാർട്ട്, കുറച്ച് പാർട്ടുകൾ നമ്മൾ പറഞ്ഞു അത് നല്ലതായിരുന്നു, വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അതിൽ നിന്നും മൊത്തം അങ്ങനെയാണ്, മൊത്തം വെൽ ഓർഗനൈസ്ഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അത് കോമ്പോസിഷൻ ആണ്. വേറാസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, മൊത്തം കാര്യങ്ങൾ അറിയാം, ആ മൊത്തം കാര്യങ്ങളിൽ നിന്നും ഓരോ പാർട്ടും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിവിഷൻ ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ. Okay, ocelots are now dying out. Sparky is an ocelot. Therefore, Sparky is now dying out. അതായത് ഓസ്ലോട്ട് എന്ന് പറഞ്ഞാൽ വൈൽഡ് കാറ്റ് പോലുള്ള ഒരു അനിമൽ ആണ്. ഈ വൈൽഡ് കാറ്റുകളെല്ലാം ഇപ്പോൾ ചത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയും. അതിൽ നിന്നും സ്പാർക്കി എന്ന് പറയുന്ന ഒരു ഓസ്ലോട്ട് ആണ്, ഒരു വൈൽഡ് കാറ്റ് ആണ്. അത് സൂവിലായിരിക്കും. ആ സ്പാർക്കി എന്ന് പറയുന്ന ഈ വൈൽഡ് കാറ്റും ചത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും. സോ ജനറൽ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ ഈ പറയുന്ന ഓസ്ലോട്ടുകളെല്ലാം വംശനാശ ഭീതി നേരിടുവാണ്, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ ചത്തൊടുങ്ങുവാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതിൽ നിന്നും ഒരു സ്പെസിഫിക് കേസ് മാത്രം എടുത്തല്ല, നല്ല എനർജിയിലുള്ളതായിരിക്കാം, അത് യങ് ആയിരിക്കാം. ആ സ്പാർക്കിയും ചത്തൊടുങ്ങുവാണ് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഒരിക്കലും നല്ല കൺക്ലൂഷൻ അല്ല.
സോ മൊത്തമായിട്ടുള്ള ഒരു ബ്രോഡ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒരു സ്പെസിഫിക് കേസ് എടുത്തിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ വരുന്ന എറർ ആണ് ഫാലസി ഓഫ് ഡിവിഷൻ. ഇത് തന്നെയാണ് നമ്മൾ ആക്സിഡന്റിനകത്ത് കണ്ടു. ആക്സിഡന്റ് ഫാലസി ഓഫ് ഡിവിഷൻ തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ കോമ്പോസിഷനും കൺവേഴ്സ് ആക്സിഡന്റ് റിലേറ്റഡ് ആണ്. അതേപോലെ ഡിവിഷനും ഫാലസി ഓഫ് ആക്സിഡന്റും റിലേറ്റഡ് ആണ്. നിങ്ങൾ അത് രണ്ടും മാച്ച് ചെയ്ത് തന്നെ മനസ്സിലാക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഒരു സ്ട്രെച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ അത് തന്നെ നോക്കണം വീണ്ടും വീണ്ടും. സോ ഒരുപാട് ഫാലസീസ് ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഫാലസി ഓഫ് റെലവൻസ്, ഫാലസി ഓഫ് സഫിഷ്യൻസി, പ്രിസംപ്ഷൻ, ആംബിഗ്വിറ്റി, then fallacy of appeal to force, appeal to pity, appeal to emotion, appeal to authority, ad hominem, appeal to ignorance, irrelevant conclusion, unwarranted assumption, accident, then converse accidentum, false cause, begging the question, complex question, equivocation, amphiboly, accent, composition, division. ഇത്രയുമാണ് പറഞ്ഞത്. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? Clear, right? ഇക്വിവൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇക്വിവൊക്കേഷൻ റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ, ലെറ്റ്സ് സീ. ഇക്വിവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ വേർഡ്സിന് രണ്ട് മീനിങ് വരുവാണ്. ഒരു വേർഡ് അതിന് രണ്ട് മീനിങ് ഉണ്ട്. അതിന്റെ രണ്ട് മീനിങ്ങും ഒരേ സാഹചര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോ ആദ്യത്തെ കേസിൽ റെയർ എക്സൈറ്റിംഗ് നോവൽസ് ആർ റെയർ, റിയലി എക്സൈറ്റിംഗ് നോവൽസ് ആർ റെയർ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മലയാളം മീനിങ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റിയലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള നോവൽസ് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, റിയലി എക്സൈറ്റിംഗ് നോവൽസ് കുറവാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? റെയർ ബുക്സ് ആർ എക്സ്പെൻസീവ്. അധികം പബ്ലിഷ് ചെയ്യാതെ വളരെ കുറച്ച് മാത്രമുള്ള ബുക്സ്, അതാണ് റെയർ ബുക്സ്. അവ എക്സ്പെൻസീവ് ആണ്. അതിനർത്ഥം എക്സൈറ്റിംഗ് നോവൽസ് എക്സ്പെൻസീവ് ആണെന്നാണ്. രണ്ടും രണ്ട് സാഹചര്യമാണ്. ആദ്യത്തേല് റെയർ ഉദ്ദേശിക്കുന്നത് നമ്മൾ അധികം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ്, അധികം ഇല്ല. എന്നാൽ റെയർ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കിട്ടാത്ത ബുക്സ് ആണ്. ഓക്കെ, ഉണ്ടാകാം, എന്നാൽ അധികം നമുക്കത് കിട്ടുന്നില്ല. ഇവിടെ ഒരു ബുക്ക് എടുത്തിട്ട് റെയർ ബുക്ക് എന്ന് നമുക്ക് പറയാം. വേറസ് എക്സൈറ്റിംഗ് നോവൽസ് റെയർ ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ബുക്കല്ല, ഒരു ടൈപ്പ് ഓഫ് ബുക്സ് ആണ് പറയുന്നത്. രണ്ടിലെ റെയറിന്റെ മീനിങ് ടോട്ടലി ഡിഫറെന്റ് ആണ്. എന്നിട്ട് ആ റെയർ ഉപയോഗിച്ചുകൊണ്ട് ആ വേർഡിന്, സെയിം വേർഡിന് രണ്ട് മീനിങ് വരുന്നു. ആ റെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്നിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആ സെയിം വേർഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകാവുന്ന എററാണ് ഇക്വിവൊക്കേഷൻ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അടുത്തതാണ് സ്ട്രോമാൻ ഫാലസി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ സ്ട്രോമാൻ ഫാലസി occurs when people takes another person's argument or point, distorts it or exaggerates it in some kind of extreme way, and then attacks the extreme distortion as if that really claims the first person was making. So ആദ്യം പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ഒരു കാര്യം പറയുന്നു. ആ ഇൻഡിവിജ്വൽ പറഞ്ഞ കാര്യത്തെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ആ ഇൻഡിവിജ്വൽ പറഞ്ഞതിനെ കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്യും. ഓക്കെ, ഇദ്ദേഹം സംസാരിച്ചത് ഇതേ രീതിയിലാണ് എന്ന് എക്സാജറേറ്റ് ചെയ്തതിന് ശേഷം ആ പറയുന്ന പോയിന്റ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇവിടെ ആ ആർഗ്യുമെന്റ് ആണ്. ആ ആർഗ്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വൽ സംസാരിക്കുന്നു, അദ്ദേഹത്തിന് നമുക്ക് ഒപ്പോസ് ചെയ്യണം. അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അതിനെപ്പറ്റി ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ സാധിക്കാതെ ഒരുപാട് വലിയ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ കണക്ട് ചെയ്തതിന് ശേഷം ഫൈനലി ഈ ഇൻഡിവിജ്വൽ പറയുന്നത് തെറ്റാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്ട്രോമാൻ ഫാലസിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. പേഴ്സൺ 1, ഐ തിങ്ക് പൊല്യൂഷൻ ഫ്രം ഹ്യൂമൻസ് കോൺട്രിബ്യൂട്ട്സ് ടു ക്ലൈമറ്റ് ചേഞ്ച്. പൊല്യൂഷൻ ആണ്, ഹ്യൂമൻസ് മേഡ് ചെയ്ത പൊല്യൂഷൻ ആണ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം എന്നൊരു ഇൻഡിവിജ്വൽ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിനെ ഒപ്പോസ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി, സോ യു തിങ്ക് ഹ്യൂമൻസ് ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രീം വെദർ ലൈക്ക് ഹറിക്കെയിൻസ് ആൻഡ് ഹാവ് കോസ്ഡ് ദി ഡ്രോട്ട്സ് like in the southwestern US,
If that's the case, maybe we just need to go to the southwest and perform a rain dance. സോ ഇദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ പേഴ്സൺ 1 പറഞ്ഞത് ഹ്യൂമൻസ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു, പൊല്യൂഷൻ കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതെന്നാണ്. എന്നാൽ സെക്കൻഡ് പാർട്ടി ആ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നും ഒരുപാട് എക്സാജറേറ്റ് ചെയ്തിട്ട് അതിന്റെ അർത്ഥം എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് മൊത്തം ഹ്യൂമൻ ഉണ്ടാക്കുന്നതാണ്, ഹരിക്കെയിൻസ് ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, ഡ്രോട്ട് ഉണ്ടാക്കുന്നത് നമ്മളാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു റെയിൻ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ? അങ്ങനെ ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടിയുടെ ആ ഒരു പൊസിഷനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെയാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കുക. പൊല്യൂഷൻ ഫ്രം ഹ്യൂമൻസ് കോൺട്രിബ്യൂട്ട് ടു ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കിയ സെക്കൻഡ് പാർട്ടി നമ്മൾ ഇപ്പൊ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ്. സോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഹ്യൂമൻസ് ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രീം വെതർ, ഹരിക്കെയിൻസ് ഉണ്ടാക്കുന്ന ഹ്യൂമൻ ആണ്, ഡ്രോട്ട് ഉണ്ടാക്കുന്ന ഹ്യൂമൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ഒരു റെയിൻ ഡാൻസ് ഒക്കെ കളിച്ച് ഇത് ഒഴിവാക്കാൻ പാടില്ലേ? ഇങ്ങനെ ഒരു ആർഗ്യുമെന്റിന്റെ പൊസിഷനെ ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ച്വൽ ആർഗ്യുമെന്റിൽ നിന്നും ഒരുപാട് ഡിസ്റ്റാർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ്, ഈ മൂന്നെണ്ണം ഞാൻ പറയുന്ന 2-3 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഈസ് സ്ലിപ്പറി സ്ലോപ്പ്. ദി ലോജിക്കൽ ഫാലസി occurs when someone argues without providing adequate evidence that certain action or proposition will lead to an undesirable outcome by a series of events. അതായത് നമ്മളിപ്പോൾ സ്ലിപ്പറി സ്ലോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ആർഗ്യുമെന്റ് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അൺഡിസൈറബിൾ ആണ് ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാകും, ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, അമേരിക്ക മരിജുവാന ലീഗലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടു. സോ ലീഗലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കേട്ട ഉടനെ തന്നെ അടുത്തതായിട്ട് അമേരിക്ക ചെയ്യാൻ പോകുന്നത് ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യും. അതുവഴി എല്ലാ ക്രൈമും വർദ്ധിക്കും, അതുവഴി രാജ്യം മൊത്തം നശിക്കും. ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ചെറിയ ആസ്പെക്ട് കാണുമ്പോൾ അതിൽ നിന്നും ജനറലൈസ് ചെയ്ത് എക്സ്ട്രീം സിറ്റുവേഷൻസ് എല്ലാം വലിച്ചഴിച്ച് കൊണ്ടുവന്ന് ഫസ്റ്റ് ആർഗ്യുമെന്റിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ്, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിൾ. ആൻഡ് ടു കൺക്ലൂഡ്, ഐ ലീവ് യു വിത്ത് ദിസ്. ഇഫ് വി എനാക്ട് എനി കൈൻഡ് ഓഫ് ഗൺ കൺട്രോൾ ലോസ്, ദി നെക്സ്റ്റ് തിങ് യു നോ, we won't be allowed to defend ourselves against terrorist attack. അതായത് ഒരു ഗൺ കൺട്രോൾ ലോ വരുവാണെന്ന് വിചാരിക്കാം. ഗൺ കൺട്രോൾ ലോ വരുന്നു, അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരാൾ സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ് ഗൺ കൺട്രോൾ ലോ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു തോക്ക് പോലും ഉണ്ടാവില്ല. അതിനർത്ഥം ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ് ടെററിസ്റ്റ് വിൽ ടേക്ക് ഓവർ അവർ കൺട്രി, ദെർഫോർ ഗൺ കൺട്രോൾ ലോസ് വിൽ കോസ് us to lose our country to terrorists. സോ ഒരു പോയിന്റ്, ഒരു ചെറിയ ആസ്പെക്റ്റിൽ നിന്നും അദ്ദേഹം എന്തുമാത്രം കാര്യങ്ങൾ വലിച്ചഴിച്ചു കൊണ്ടുവന്നു നോക്കുക. ആ രീതിയിൽ ആർഗ്യൂ ചെയ്യുവാണെങ്കിൽ, ആ രീതിയിൽ സെക്കൻഡ് പാർട്ടിയെ പെർസ്യൂ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലിപ്പറി സ്ലോപ്പും സ്ട്രോമാനും ഒന്ന് കമ്പയർ ചെയ്ത് വേണം മനസ്സിലാക്കാൻ. സ്ട്രോമാൻ ഫാലസി ഇവിടെ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പാർട്ടിയെ പറഞ്ഞ കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്യുകയാണ്. വേറെ സ്ലിപ്പറി സ്ലോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു സീരീസ് ഓഫ് അൺഡിസൈറബിൾ ഔട്ട്കംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് പറയുന്നു, അതുവഴി ഫസ്റ്റ് തിങ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് സ്ലിപ്പറി സ്ലോപ്പ്. ഓക്കെ, അടുത്തതാണ് റെഡ് ഹെയറിംഗ്. റെഡ് ഹെയറിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടിയുടെ ആർഗ്യുമെന്റ് ടോട്ടലി നിർത്തണം, ഫസ്റ്റ് പാർട്ടി പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ തടയണം എന്ന ലക്ഷ്യത്തോടു കൂടി അതിൽ നിന്നും ഒരു ബന്ധവുമില്ലാതെ മറ്റൊരു കാര്യം എടുത്തിടുകയാണെങ്കിൽ അതിനെയാണ് റെഡ് ഹെയറിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ കാര്യം പിടികിട്ടും. ഒരു എക്സാമ്പിൾ, ഒരു അമ്മയും മകളും തമ്മിലുള്ള സംസാരമാണെന്ന് വിചാരിക്കാം. മോം, ഇറ്റ്സ് ബെഡ് ടൈം. മോം പറയാണ് ഇത് ബെഡ് ടൈം ആണ്. ജയൻ ഉടനെ തന്നെ മോം, ഹൗ ഡു ആൻസ് ഫീഡ് ദെയർ ബേബീസ്? സോ ബെഡ് ടൈം ആണ്, ഉറങ്ങണം എന്നുള്ളൊരു ആസ്പെക്ട് വന്നപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് എങ്ങനെയാണ് ആൻസ് അവരുടെ ബേബീസിനെ ഫീഡ് ചെയ്യുന്നത്. ഡോണ്ട് നോ ഡിയർ, ക്ലോസ് യുവർ ഐസ് നൗ എന്ന് വീണ്ടും അമ്മ പറയുന്നു. അവിടെയും അമ്മയുടെ ആ ഒരു വാദം ഒഴിവാക്കാൻ വേണ്ടി, ബട്ട് മാമ, ഡു ആൻഡ് ബേബീസ് ക്രൈ വെൻ ഹാംഗ്രി? സോ ആ ഒരു സാഹചര്യം എന്താണോ ആ ഒരു ആർഗ്യുമെന്റിലേക്ക് പോകാൻ പോകുന്നത്, ആ ആർഗ്യുമെന്റ് സാഹചര്യം അവോയ്ഡ് ചെയ്യണം.
അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മറ്റു കാര്യങ്ങൾ എടുത്തിടുവാണെങ്കിൽ അതിനെയാണ് റെഡ് ഹെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് റെഡ് ഹെയറിംഗിന്റെ ഒരു ഫോമാറ്റ്. ആക്ച്വലി മെയിൻ സബ്ജക്ട് ഓഫ് ഡിസ്കഷൻ എന്താണോ ആ മെയിൻ സബ്ജക്റ്റിൽ നിന്നും ആർഗ്യുമെന്റിന്റെ വഴി തെറ്റിക്കണം, വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകണം, ഒരു ഡെലിബറേറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുക. ഇതാണ് റെഡ് ഹെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ആണ് ഫോൾസ് ഡിലേമ. എ ഫോൾസ് ഡിലേമ is a fallacy occurs when there is limited number of choices, outcomes or views are presented only as only options when in fact there are more options. നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ചോയ്സസ് മാത്രമാണ്, പക്ഷെ നമുക്ക് അതിൽ നിന്നും വീണ്ടും ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് യെസ് ഓർ നോ പറഞ്ഞാൽ മതി, അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ തരുവാണെങ്കിൽ അതാണ് ഫോൾസ് ഡയലാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ആർ എയ്തർ വിത്ത് അസ് ഓർ അഗെയിൻസ്റ്റ് അസ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് നിൽക്കാം. അത് രണ്ടും അല്ലെങ്കിൽ ഒന്നിനും പെടാതെ നിൽക്കാം. പക്ഷെ ആ ഒന്നിനും പെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആണ്. ഇത്തരത്തിൽ നമുക്കുള്ള ഓപ്ഷൻസ് ഒഴിവാക്കുക, ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുള്ള ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ അത് ഫോൾസ് ഡിലെമയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ഐ സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് ഗോയിങ് വാർ എന്നൊരു ലേഡി പറയുന്നു. ഉടനെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി, സിൻസ് യു ആർ എഗെയിൻസ്റ്റ് വാർ യു മസ്റ്റ് ബി എഗെയിൻസ്റ്റ് അവർ ട്രൂപ്സ് ആസ് വെൽ. സോ നമ്മളുടെ ആർമിക്ക് അഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ. അദ്ദേഹം വാറിന് അഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് അതിനർത്ഥം ഞങ്ങളുടെ ആർമിക്ക് അഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ എന്നൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഓപ്ഷൻസിനെ ലിമിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അതുവഴി ആ ഇൻഡിവിജ്വലിനെ അറ്റാക്ക് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് ഫോൾസ് ഡിലേമ. ഓക്കെ, സോ ഇത്രയുമാണ് ഡിഫറെന്റ് ഫാലസീസ്. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയും. സ്ട്രോമാൻ ഫാലസി. ഓക്കെ, സ്ട്രോമാൻ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ കാര്യം പറയും. ലൈക്ക് നമ്മളിപ്പോ നോക്കേണ്ടത് ഈ പൊല്യൂഷൻ കാരണമാണ്, ഇപ്പോ ഹ്യൂമൻ ഉണ്ടാക്കിയ പൊല്യൂഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാകുന്നത് എന്നൊരു ഇൻഡിവിജ്വൽ പറയുന്നു. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഹ്യൂമൻ ഉണ്ടാക്കിയ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന വ്യക്തി പറയുന്നത് മൊത്തമായിട്ട് എനിക്ക് ഒപ്പോസ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി ആ ഇൻഡിവിജ്വലിനെ ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ കൂടി വലിച്ചഴിച്ചു കൂട്ടുക. ഓക്കെ, ആ ഇൻഡിവിജ്വൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹ്യൂമൻ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് മാത്രമാണ്. എന്നാൽ അതിനർത്ഥം ഈ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് മൊത്തം ഉണ്ടാക്കിയത് ഹ്യൂമൻ ആണ്. നിങ്ങൾ പറയുന്നത് അങ്ങനെയാണോ? അതായത് ഈ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് മൊത്തം ഉണ്ടാക്കിയത് ഹ്യൂമൻ ആണ്, ഈ പറയുന്ന സൈക്ലോൺസ് ഉണ്ടാക്കിയത് ഹ്യൂമൻ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പൂജ ചെയ്ത് മഴ പെയ്യിപ്പിച്ചാലോ എന്നൊക്കെ പറഞ്ഞ സെക്കൻഡ് പാർട്ടി, അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞ വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ ഇൻസൾട്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ അറ്റാക്ക് ചെയ്യുക, അതുവഴി ആ ആർഗ്യുമെന്റ് തെറ്റാണെന്ന് വരുത്തിക്കുക. ഇതാണ് സ്ട്രോമാൻ ഫാലസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, any other doubts?